പടച്ചറബ്ബ് റജബിൽ ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ ഇന്നത്തെ ദിവസത്തിന് അല്ലാഹ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ള പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഇന്ന് മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് 70 തവണ നിങ്ങൾ ഓതിയാൽ അല്ലാഹുവേ ഒരുപാട് പ്രതിഫലം അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതാ. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ആനുകൂല്യം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ 70 അല്ല 100 ഇഖ്ലാസ് വേണമെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റും. അതുകൊണ്ട് പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, ഇന്നത്തെ ഈ മഗ്രിബിന് മുമ്പായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് സമാധാനം തരും. അസ്റിന് മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് 70 തവണ, ഒന്നല്ല 70 തവണ നിങ്ങൾ അത് ഓതിയാൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലാഹു തആല തരും. ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു തആല തരും. അല്ലാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആദരവായ പ്രവാചക പ്രഭു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് മഹത്വങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അതിൽപ്പെട്ട ഒന്നാമത്തേതാണ് ഇന്ന് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നിറഞ്ഞ മനസ്സോടെ ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വെച്ചുകൊണ്ട് ചൊല്ലുകയാണോ ആ പ്രയാസങ്ങളും ആ സങ്കടങ്ങളല്ല അല്ലാഹു വീട്ടുന്നതാണ്. ഒരു പെണ്ണതാ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ പെണ്ണിനെ കാണുമ്പോ ആ കണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്ന ചില സഹോദരിമാര് അവരതാ ഒരു പെണ്ണിനെ കണ്ടപാട് ചോദിച്ചല്ല, മോളെ, എന്തേ നിനക്ക് നടക്കാൻ കഴിയാത്തതുപോലെ, എന്തേ നിനക്ക് വല്ലാത്ത ദുഃഖമുള്ളതുപോലെ, എന്തേ നിനക്ക് സങ്കടമുള്ളതുപോലെ തോന്നുകയാണ്. അതുകൊണ്ട് പൊന്നുമോളെ, നിന്റെ രോഗം എന്താന്ന് പറയുമോ? ഉടൻ തന്നെ പറഞ്ഞെന്താന്നറിയില്ല, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്കിരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത നൊമ്പരമാണ്, വല്ലാത്ത വിഷമമാണ്, വല്ലാത്ത ദുഃഖമാണ്. പടച്ചവനെ പറഞ്ഞു കൊടുക്കുകയാണ്, അതിനെന്തേ നിനക്ക് ഇത്ര സങ്കടം? ഈ മാസം അറിയുമോ, ഇത് പവിത്രമാക്കപ്പെട്ട റജബാണ്. ഈ പവിത്രമായ ഈ റജബില് നല്ല നീയത്തോടുകൂടി സൂറത്തുൽ ഇഖ്ലാസ് 70 തവണ നിനക്ക് ഓതാൻ പറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഏത് വലിയ പ്രയാസങ്ങളെയാണോ ആ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ് പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന പെണ്ണിനോട് പറഞ്ഞു വിടുകയാണ്. വീടിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നുപോയി നല്ലതുപോലെ ഇവിടെ ഓതാൻ തുടങ്ങി. അല്ലാഹുവേ, ഒരാഴ്ച പോലുമായില്ല ആ പെണ്ണിന്റെ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം കൊടുക്കുകയാണ്. ആ പെണ്ണിന്റെ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം കൊടുത്തു. എന്തുകൊണ്ടാണ്? സൂറത്തുൽ ഇഖ്ലാസ് ഈ റജബിൽ പാരായണം ചെയ്തൽ ഒരുപാട് മഹത്വങ്ങളാണ്. പല പല രോഗങ്ങളുള്ളവരാണ്, പല പ്രയാസവും പല ദുഃഖവും എല്ലാം ഉള്ളവരാണ്. അതെല്ലാം മാറിപ്പോകാൻ കാരണമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നോത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നല്ല നീയത്തോടെ നല്ല
നല്ല പൊരുത്തത്തോടെ അല്ലാഹുവേ ഈ പവിത്രമായി ഖുർആനിന്റെ ഈ സൂറത്തിന് ഞാൻ ഓതിയാൽ എനിക്ക് ഒരുപാട് മഹത്വം കിട്ടുമല്ല അല്ലാഹ്. സൂറത്തുൽ ഇഖ്ലാസ് ജീവിതം രക്ഷപ്പെടാൻ നല്ലതാണ്, ജീവിതത്തിന് ഒരു പിടിവള്ളിയാണ്. എന്തിനേറെ ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ എന്റെ സഹോദരങ്ങളെ, ഒരു തവണ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഒരൊറ്റ വട്ടം നിങ്ങൾ ഓതിയാൽ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അറിയുമോ? അവിടുന്ന് സുബ്ഹാനല്ലാഹ് 10 ജുസ് ഓതിയിട്ടുള്ള പ്രതിഫലമാ. 2 വട്ടമാണ് ഖുൽ ഹുവല്ലാഹു ഓതുന്നതെങ്കിൽ അവിടുന്ന് 20 ജുസ് ഓതിയിട്ടുള്ള പ്രതിഫലമാ. 3 വട്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തതെങ്കിൽ ഒരു ഖത്ം ഓതിയിട്ടുള്ള പ്രതിഫലമാണ് അല്ലാഹു തരുന്നത്. അങ്ങനെ 70 വട്ടം നമ്മൾ ഓതിയാൽ എത്ര പ്രതിഫലമാണ് പടച്ചതമ്പുരാൻ നമുക്ക് തരാൻ പോകുന്നത്? 3 വട്ടം ഓതിയാൽ ഒരു ഖത്ം ഓതിയ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് പറയുമ്പോ 70 വട്ടം ഓതിയിട്ട് ദുആ ചെയ്യുന്നവരെ അല്ലാഹു നിങ്ങളെ തട്ടിക്കളയില്ല. അല്ലാഹു നമ്മളെ തട്ടൂല. അതിനെന്ത് വേണം? നമ്മൾ ഓതാനുള്ള മനസ്സ് കാണിക്കണം. വീട്ടിലുള്ള മക്കളെ കൊണ്ട്, സഹോദരങ്ങളെ കൊണ്ട്, പ്രിയപ്പെട്ടവരെ കൊണ്ട് ഓദിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് കടന്നു വന്നാൽ ആ മക്കൾ അത് ഓതുകയും നല്ലതുപോലെ അവരുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുമ്പോ അവിടെയാണ് അവർ വിജയിക്കുന്നത്. ആരാധ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പുണ്യമേറും നാടതിൽ തിളങ്ങിടും നൂറുല്ലാഹ്, അമ്പിളി തൂക്കും നരക മുസ്തഫ സല്ലല്ലാഹ്. ആമിന ഉമ്മ പോറ്റിയ തങ്കമാണെന്നാ നിലാവ്, സ്നേഹമാം മുറവിൽ കുളിർ മഴ വീശിടുന്ന ത്വാഹനൂർ. അമ്പിയ രാജ മഹമൂദായവർ ഹോജ, അമ്പിയ രാജ മഹമൂദായവർ ഹോജ. അല്ലാഹുവിന്റെ പ്രവാചകർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഇഖ്ലാസ് നിങ്ങൾ ഓതിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും നിങ്ങൾ അതിനെ പാഴാക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് മാറ്റം തരും, ഒരുപാട് അത്ഭുതങ്ങൾ തരുമെന്നാണ്. അതുകൊണ്ട് മുമ്പ് ആരാണ് 70 പ്രാവശ്യം അത് ചൊല്ലുന്നത് അവർക്കാണ് ഇതിന്റെ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്നുണ്ട് നമ്മൾ, ഒരുപാട് വർത്തമാനങ്ങൾ. എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴെല്ലാവരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ചേർന്നിരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുകയും നമ്മൾ വർത്തമാനം പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കേൾക്കുമോ? ഒരു കൊച്ചുകുട്ടിയതായി 7 വയസ്സേ പ്രായമുള്ളൂ ഒരു പൊന്നുമോള് കടന്നു വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, അല്ലാമാ ശുഐബ് തങ്ങളെ, ഞാനിവിടെ വന്നത് എന്തിനെന്നറിയുമോ? ഞാൻ കരഞ്ഞ എന്തിനെന്നറിയുമോ? എനിക്കൊരു ഉമ്മയുണ്ട് തങ്ങളെ. എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മക്ക് വല്ലാത്ത രോഗമാണ്. എനിക്കൊന്ന് ഭക്ഷണം തരാൻ പോലും, എന്നെ ഒന്ന് കുളിപ്പിക്കാൻ പോലും, എന്നെ അല്ലാഹ് എനിക്ക് വേണ്ടി വന്ന് നല്ലതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പോലും എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് കഴിയുന്നില്ലല്ലോ. അതുകൊണ്ട് തങ്ങളെ, എന്റെ ഉമ്മ വന്ന് നടക്കണം, എന്റെ ഉമ്മ വന്ന് സംസാരിക്കണം, ദുആ ചെയ്യുമോ? ശുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, പൊന്നുമോളെ, നിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് ഓതുമോ? അല്ലാഹുവിലേക്ക് ദുആ അരക്കുമോ? നിന്റെ ഉമ്മാക്ക് വേണ്ടി സൂറത്തുൽ ഇഖ്ലാസ് ഓതുമോ? അവർക്ക് വേണ്ടി ദുആ അരക്കുമോ? നിന്റെ രോഗങ്ങളും നിന്റെ സങ്കടങ്ങളും എല്ലാം അല്ലാഹു തആല മാറ്റി കൊടുക്കുന്നു. എല്ലാം അല്ലാഹു മാറ്റുന്നതാണ്. ഈ കൊച്ചുകുട്ടിയുടെ കണ്ണീരും സങ്കടങ്ങളും കണ്ട് മഹാനുഭാവൻ പറഞ്ഞു, മോളെ, റജബിന് ബറക്കത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിന് ബറക്കത്തുണ്ട്. മോളെ, നീ കൊച്ചുകുട്ടിയാണ്, നീ നിഷ്കളങ്കയാണ്, നിന്റെ ഖൽബിൽ മറ്റൊന്നുമില്ലല്ലോ.
അതുകൊണ്ട് മോളെ നീ എവിടെ എന്ത് ചെയ്യണമെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധമായ ആ സൂറത്ത് ഓതിക്കൊണ്ട് കടന്നു വരണം. അവിടെയാ നമുക്ക് വിജയമുള്ളത്. മഹാനായ എന്റെ പ്രിയമുള്ളവരെ പഠിച്ചുകൊള്ളുക. മഹാനായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹ് ഒരുപാട് ആലിമീങ്ങളുടെ ശിഷ്യനാണ്. അല്ലാഹുവേ ഒരുപാട് മുത്തഅല്ലിമുകളുടെ ഉസ്താദാണ്. അങ്ങനെ ഉള്ള സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹ് വഴിയോരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. ഏതാണ് ഖുർആൻ എന്നറിയുമോ? ഏതാണ് സൂറത്ത് എന്നറിയുമോ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു الصمد لم يلد ولم يولد ولم يكن له كفوا احد. പവിത്രമായ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയമാ അവിടെ ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാ, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾ എന്തേ ചെയ്യുന്നത്? ഈ ഒരു സൂറത്ത് മാത്രമേ നിങ്ങൾക്ക് ഓതാൻ അറിയുള്ളൂ. അവിടെ പറഞ്ഞു വല്ലാഹി ലാ, ഇത് റജബാണ്. ഈ റജബിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അതുകൊണ്ട് ഓതിയതാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നതാണ് എന്നവിടം പവിത്രതയാണ്. റജബ് വെറുതെ ആവൂല. നിങ്ങൾ വേണ്ടുന്ന കോലത്തിൽ ഈ ഒരു സൂറത്ത് നിങ്ങളെ കൊണ്ട് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങളാണ് ഏറ്റവും നല്ല ഭാഗ്യമുള്ളവർ. ഓതാൻ കഴിഞ്ഞിട്ടില്ലേ? നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓതാൻ കഴിഞ്ഞ നമുക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. ഓതാൻ കഴിഞ്ഞിട്ടില്ല പിന്നെന്താ? ചിന്തിച്ചാൽ ഒരുപാട് വിഷയം നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പൊ അതിൽപ്പെട്ട ഒന്നാമത്തത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. രണ്ടാമത്തതോ പഠിച്ചുകൊള്ളുക സഹോദരങ്ങളെ, ഇന്ന് അസർ നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ ആ ടൈം വരെ പടച്ച തമ്പുരാൻ എത്തിക്കട്ടെ. അസറിന്റെ ടൈമില് അസർ നിസ്കാരം, ആ അസർ നിസ്കാരത്തിന്റെ ടൈമിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കണം. അസറിന്റെ ടൈമിലേക്ക് നമ്മൾ എത്തിയാൽ പതിവാക്കേണ്ടുന്ന സൂറത്തേത്? ഒരുപാട് റജബുകളും ഒരുപാട് പോരിശിയാക്കപ്പെട്ട ദിവസങ്ങളെല്ലാം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഏതാണ് ഏറ്റവും നല്ലത്? പഠിച്ചുകൊള്ളുക. ഈ റജബിന്റെ ഒരാൾ അവിടെ നിന്ന് ഓതിയാൽ ഏതാണ് ഓതേണ്ടത് എന്നറിയുമോ? അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക ബിസ്റക അല്ലദീ അൻഖള ളഹറക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അസർ നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ്, അസർ നിസ്കാരം കഴിഞ്ഞ പാടെ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമുക്ക് തരും. ആ നമ്മൾ വേണ്ടുന്ന കോലത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അവിടെയാ നമുക്ക് വിജയം കിട്ടുന്നത്. അള്ളാഹു നമ്മളെ മുഴുവനും ഖബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. അല്ലാ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലുമോ? ഹസ്ബി അല്ലാഹ് ولا حول ولا قوة إلا بالله حسبي الله 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 ولا حول ولا قوة إلا بالله
ഹസ്ബി അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ ഒരു ഉച്ച സമയത്ത് പോലും ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയമാണ്. പാവപ്പെട്ട സഹോദരിമാര് അല്പമൊന്ന് വിശ്രമിക്കുന്ന ഈ സമയത്ത് പോലും അവര് നമ്മളോടൊപ്പം ഒരുമിച്ച് കൂടിയവരാണ്. അവരെ നീ ഖബൂലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, ദുഃഖങ്ങൾ വെക്കല്ലേ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഈ സൂറത്തുകളെല്ലാം നിങ്ങളത് ചൊല്ലണം. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരുപാട് പുതിയതായിട്ട് ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ നെറ്റുണ്ടായി. ഇൻഷാ അല്ലാഹ് അവരൊക്കെ ചാനൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാ ദിവസത്തെ പരിപാടികളും പ്രത്യേകിച്ചുള്ള ദിക്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇന്ന് ഒരുപാട് പറയുന്നില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم على رسولك سيدنا وحبيبنا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചോനെ അല്ലാഹ് ഈ മജ്ലിസിൽ സംഗമിക്കുന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാഹ്, നീ പാഴാക്കല്ല അല്ലാഹ്. രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്, വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. ശരീരം കീറി മുറിക്കുന്ന രോഗം തരല്ലേ അല്ലാഹ്. നമ്മുടെ സ്ഥാപനങ്ങൾ അതുപോലെ പ്രിയപ്പെട്ടവർ അങ്ങനെ പലരും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ വേണ്ടി പോകാതിരിക്കുകയാണ് അല്ലാഹ് അല്ലാഹ്. അതിൽ ഒരുപാട് സഹോദരങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹ്. അവർക്ക് ആർക്കും ഒരു രോഗം കൊടുക്കല്ല അല്ലാഹ്, ഒരു വിഷമം കൊടുക്കല്ലേ അല്ലാഹ്, ഒരു ബുദ്ധിമുട്ട് കൊടുക്കല്ലേ അല്ലാഹ്, ഒരു സങ്കടം കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ മുഴുവനും നീ ഖബൂലാക്കണം അല്ലാഹുവേ. ഈ മജ്ലിസിൽ ആര് വന്നിരുന്നാലും അവരെന്താഗ്രഹിച്ചാലും നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളെല്ലാം അല്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് +1 +2 10ാം ക്ലാസ്സിലൊക്കെയാണ്. നമ്മുടെ മക്കളെ മുഴുവനും വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹ് ഉമ്മയുടെ രോഗം മാറണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹ് നീ മാറ്റണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.